ഇരിക്കുന്ന പലരും ടഫ് ഏരിയ ആയിട്ട് പറയുന്ന ഒരു ഏരിയ ആണ് ഈ ലോജിക്കൽ റീസണിങ്. പക്ഷെ എന്താ പറയാ, കോസ് ആൻഡ് എഫക്ട് അനാലിസിസ് നോക്കുമ്പോൾ നമ്മൾ അതിലൊരു എഫേർട്ട് എടുത്താൽ ഷുവർ ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് എന്താണ് ലോജിക്കൽ റീസണിങ്, ഡാറ്റ ഒക്കെ പോലെ. കാരണം അതിലൊരു അൺസർട്ടനിറ്റിന്റെ എലമെന്റ്സ് ഒന്നും വരാനില്ല. നമ്മൾ എങ്ങനെയെങ്കിലൊക്കെ അതിന്റെ ആ ഒരു തിയറിറ്റിക്കൽ ആസ്പെക്ട് പഠിച്ചാൽ നമുക്ക് അവിടെ പോയി അത് അപ്ലൈ ചെയ്യാൻ പറ്റും. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിനെക്കാളും നമുക്കൊരു സ്കോർ ഗ്യാരണ്ടി തരുന്ന ഒരു ഏരിയ ആണ് ലോജിക്കൽ റീസണിങ് എന്നാണ് ഞാൻ പറയുന്നത്. എനിവേ ഇന്ന് നമ്മൾ നോക്കുന്നത് ലോജിക്കലി ഇക്വാലന്റ് സ്റ്റേറ്റ്മെന്റ്സ്. എനിക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിന്റെ ഫോമിലുള്ള ക്വസ്റ്റ്യൻസ്, സം മെറ്റീരിയൽസ് ആർ സയൻസ് എന്നൊക്കെ പറഞ്ഞിട്ടില്ല. അതിനോടുള്ള ലോജിക്കലി ഇക്വാലന്റ് സ്റ്റേറ്റ്മെന്റ്സ് കണ്ടെത്തുക എന്നുള്ളൊരു ചോദ്യം കണ്ടിന്യൂസ് ആയിട്ട് എന്റെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും മസ്റ്റ് ആയിട്ട് ആ ഏരിയയിൽ ഒരു ചോദ്യം ഉണ്ടാവാറുണ്ട്. സോ ആ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുക, എങ്ങനെയാണ് അതിന്റെ ആൻസർ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എനിവേ ലെറ്റ്സ് ബിഗിൻ ദ സെഷൻ. വൺസ് അഗൈൻ വെൽക്കം ടു ഓൾ. സോ ഇതാണ് നമ്മൾ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഉള്ളത്. ഈ ഒരു മോഡലിലാണ് ആ ക്വസ്റ്റ്യൻ ഉണ്ടാവാറുള്ളത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ലോജിക്കലി ഇക്വലന്റ് ടു ദ സ്റ്റേറ്റ്മെന്റ് ഓൾ ഫിലോസഫേഴ്സ് ആർ റിയലിസ്റ്റസ്. സോ ഈ ഒരു രീതിയിലാണ് എനിക്ക് ആ ഒരു ചോദ്യം ചോദിക്കാറുള്ളത്. ഓൾ ഫിലോസഫേഴ്സ് ആർ റിയലിസ്റ്റസ് എന്നല്ല, ഈ ഒരു സ്റ്റേറ്റ്മെന്റിനോടുള്ള ലോജിക്കലി ഇക്വലന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കണ്ടെത്തുക എന്നുള്ളത്. സോ ഇത് അറിയുന്നതിന് മുന്നേ, ഇതിലേക്ക് നമുക്ക് പിന്നെ വരാം. ഇത് അറിയുന്നതിന് മുന്നേ നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഒന്ന്, ലോജിക്കൽ റീസണിങ്ങിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ കാറ്റഗറിക്കൽ പ്രൊപ്പോസിഷൻസ്. സോ 4 ടൈപ്പ് ഓഫ് കാറ്റഗറിക്കൽ പ്രൊപ്പോസിഷൻസ് ആണുള്ളത്. ബിഫോർ സ്റ്റാർട്ടിങ് എന്റെ ഓഡിയോ വീഡിയോ സ്പീഡൊക്കെ ഓക്കെ ആണോ? സ്പീഡ് കൂടുന്നുണ്ടോ? എനിബഡി? ക്ലിയർ ആണല്ലോ പറയുന്നതൊക്കെ? ക്ലിയർ ആണ്. ഓക്കെ, താങ്ക് യു. സോ നമ്മൾ ലോജിക്കൽ റീസണിങ്ങിന്റെ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഈ കാറ്റഗറിക്കൽ പ്രൊപ്പോസിഷൻസ് എന്നുള്ളത്. സോ 4 ടൈപ്സിലാണ് അത് ഉള്ളത്. ഒന്ന്, യൂണിവേഴ്സൽ അഫർമേറ്റീവ്. യൂണിവേഴ്സൽ അഫർമേറ്റീവ് അത് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ എ അതിൽ വെച്ചിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ യൂണിവേഴ്സൽ അഫർമേറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് ഏതൊരു ഫോമിലായിരിക്കും ഉണ്ടാവുക? ഓൾ എസ് ആർ പി, അല്ലെങ്കിൽ ഓൾ കാറ്റ്സ് ആർ ആനിമൽസ്, ഓൾ ലയൺസ് ആർ കാർണിവോറസ്. ആ ഒരു രീതിയിൽ ഓൾ എസ് ആർ പി, ഒരു സബ്ജക്റ്റ് ഉണ്ടാവും, ഒരു പ്രെഡിക്കേറ്റ് ഉണ്ടാവും, ഒരു പ്രൊപ്പോസിഷൻ, അതൊക്കെ അറിയാം. സബ്ജക്റ്റ്, ആ സബ്ജക്റ്റിനെ ഏതെങ്കിലും ഒരു രീതിയിൽ വിശേഷിപ്പിക്കുന്ന ഒരു പ്രെഡിക്കേറ്റ് അതുണ്ടാവും. സോ ഈ ഒരു ടൈപ്പിലാണ് യൂണിവേഴ്സൽ അഫർമേറ്റീവ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവുക, ഓൾ എസ് ആർ പി എന്നുള്ളൊരു ടൈപ്പിൽ. അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക ക്യാപിറ്റൽ ലെറ്റർ എ വെച്ചിട്ടാണ് യൂണിവേഴ്സൽ അഫർമേറ്റീവ് സ്റ്റേറ്റ്മെന്റിനെ ഡിനോട്ട് ചെയ്യുക. സോ നെക്സ്റ്റ് ടൈപ്പാണ് കാറ്റഗറിക്കൽ പ്രൊപ്പോസിഷൻസിലെ രണ്ടാമത്തെ ടൈപ്പാണ് യൂണിവേഴ്സൽ നെഗറ്റീവ് അഥവാ ഈ ടൈപ്പ് സ്റ്റേറ്റ്മെന്റ്. അതിലെന്താണ് യൂണിവേഴ്സൽ നെഗറ്റീവ്? അപ്പൊ നോ എസ് ആർ പി, ആ രീതിയിൽ ഒരു സബ്ജക്റ്റും ആ ഒരു പ്രെഡിക്കേറ്റിനോടുള്ള നീതി പുലർത്തുന്നില്ല എന്നുള്ള രീതിയിൽ നോ എസ് ആർ പി, ആ രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഈ ടൈപ്പ് സ്റ്റേറ്റ്മെന്റ് അഥവാ യൂണിവേഴ്സൽ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ അല്ലെ? ഇനി കമ്മിങ് ടു തേർഡ് വൺ, അതാണ് പെർട്ടിക്കുലർ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്. പെർട്ടിക്കുലർ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ ഐ എന്നുള്ള ആ ഒരു ലെറ്റർ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ക്യാപിറ്റൽ ലെറ്റർ ഐ വെച്ചിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. സോ അതിലുണ്ടാവുന്നത്, ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ ഓർഡർ ഉണ്ടാവുക സം എസ് ആർ പി, ആ രീതിയിൽ വരുന്ന സ്റ്റേറ്റ്മെന്റ്സ് ആണ് പെർട്ടിക്കുലർ പോസിറ്റീവിന്റെ അണ്ടറിൽ വരുന്നത്. ഓക്കെ, ഇനി കമ്മിങ് ടു നെക്സ്റ്റ്, അതാണ് പെർട്ടിക്കുലർ നെഗറ്റീവ്. സോ പെർട്ടിക്കുലർ നെഗറ്റീവ് യൂണിവേഴ്സൽ നമ്മൾ നേരത്തെ പഠിച്ചു, എന്താണ് പെർട്ടിക്കുലർ നെഗറ്റീവ് സം എസ് ആർ നോട്ട് പി, ആ ഒരു രീതിയിൽ വരുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് പെർട്ടിക്കുലർ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്നുള്ളത്. ഓക്കെ, സോ 4 ടൈപ്സ് ഓഫ് കാറ്റഗറിക്കൽ പ്രൊപ്പോസിഷൻസ് ഉണ്ട്. യൂണിവേഴ്സൽ അഫർമേറ്റീവ്, യൂണിവേഴ്സൽ നെഗറ്റീവ്, പെർട്ടിക്കുലർ പോസിറ്റീവ്, പെർട്ടിക്കുലർ നെഗറ്റീവ്. അതിനെ ഓരോന്നിനും എ ഇ ഐ ഒ എന്നുള്ള രീതിയിൽ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നു. ഇത്രയും ഓക്കെ അല്ലേ? ഓക്കെ, ഇത് ഭയങ്കര ബേസിക് ആണ്. സോ നമുക്ക് തന്നിരിക്കുന്ന ചോദ്യം ഒരേ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് നമ്മൾ അതിനെ എന്താക്കണം, ഇമ്മീഡിയറ്റ് ആയിട്ട് അതിൽ നിന്ന് ഇൻഫറൻസ് എടുക്കുക. അതാണ് ശരിക്കും ഈ ഒരു ലോജിക്കലി ഇക്വാലന്റ് സ്റ്റേറ്റ്മെന്റ് കൊണ്ട് തന്നിട്ട് ഉദ്ദേശിക്കുന്നത്. ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് അതിൽ നിന്ന് ബാക്കി ഏതൊക്കെ രീതിയിൽ വാലിഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവുക എന്നുള്ള രീതിയിലേക്ക് നമ്മൾ കണ്ടെത്തുകയാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ദാറ്റ് ഈസ് ദിസ് ടേബിൾ. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഈ ടേബിൾ. പറയുമ്പോൾ ഭയങ്കര സംഭവമായിട്ട് തോന്നും, പക്ഷെ ഭയങ്കര സിമ്പിൾ ആണ്. നമ്മൾ വൺസ് ഈ ഒരു സാധനം നമ്മൾ പഠിച്ചാൽ കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഒരു ആവശ്യം നമുക്ക് വരും. സോ ഇതാണ് ഒരു തന്നിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട്, അല്ലെങ്കിൽ ഒരു കാറ്റഗറിക്കൽ പ്രൊപ്പോസിഷൻ വെച്ചിട്ട് നമ്മൾ ഇമ്മീഡിയറ്റ് ഇൻഫറൻസ് എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന 3 ടൂൾസുകളാണ്. ഒന്ന്
കൺവേഴ്സ് ചെയ്യുക അതിന്. 2 ഒബ്വേഴ്സ്, 3 കോൺട്രാപോസിറ്റീവ്. സോ എങ്ങനെയാണ് കൺവേഴ്സ് ചെയ്യുക, എങ്ങനെയാണ് ഒബ്വേഴ്സ് ചെയ്യുക, എങ്ങനെയാണ് കോൺട്രാപോസിഷൻ നടത്തുക, ഇതാണ് നമ്മൾ അറിയേണ്ടത്. സോ തന്നിരിക്കുന്ന നമുക്ക് ഇതിലെ എ ടൈപ്പിനും ഇ ടൈപ്പും ഒ ടൈപ്പും ഒക്കെ ഐ ടൈപ്പ് ഒ ടൈപ്പ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺവേഴ്സ് ചെയ്യാനും ഒബ്വേഴ്സ് ചെയ്യാനും കോൺട്രാപോസിറ്റീവ് ചെയ്യാനും പറ്റും. സോ അതിന്ന് എല്ലാം വാലിഡ് ആവും എന്ന് വെച്ചാൽ എല്ലാം വാലിഡ് ആവില്ല. ചില സ്റ്റേറ്റ്മെന്റ് വാലിഡ് ആവും, ചില സ്റ്റേറ്റ്മെന്റ്സ് വാലിഡ് ആവാറില്ല. സോ ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. എങ്ങനെയാണ് കൺവേഴ്സ് ചെയ്യേണ്ടത്. നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് കിട്ടി. സോ ആ സ്റ്റേറ്റ്മെന്റിന് ബാക്കി ഏതൊക്കെ കാര്യങ്ങൾ ശരിയാവാം, ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ഏതൊക്കെ ഇൻഫറൻസ് അത് വെച്ചിട്ട് എടുക്കാന്ന് മനസ്സിലാക്കാനാണ് ഈ കൺവേഴ്സ് നമ്മൾ ചെയ്യുന്നത്. അത് ഒബ്വേഴ്സും കോൺട്രാപോസിറ്റീവ് ഒക്കെ ചെയ്യുന്നത് അതിന് വേണ്ടി തന്നെയാണ്. സോ കൺവേഴ്സ് എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ എ ടൈപ്പിന്റെ കേസിലേക്ക് വരികയാണ്, അല്ലെങ്കിൽ ഏതൊരു ടൈപ്പിന്റെ കേസിലേക്ക് വരികയാണെങ്കിലും കൺവേഴ്സ് ചെയ്യുക എന്നുള്ളത് സബ്ജക്റ്റിനെയും പ്രെഡിക്കേറ്റിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യുക. അതാണ് കൺവേഴ്സ് ചെയ്യുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ തന്നിരിക്കുന്ന OSRP എന്നുള്ള സബ്ജക്റ്റ്, ആ ഒരു പ്രപ്പോസിഷന്റെ പ്രെഡിക്കേറ്റ് സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് വരും, സബ്ജക്റ്റ് പ്രെഡിക്കേറ്റിന്റെ സ്ഥാനത്ത് വരും. സോ എന്തായി മാറും? OSRP കൺവേർഷന് വിധേയമായി കഴിഞ്ഞാൽ പിന്നെ ഏത് രീതിയിലേക്കായി മാറും? എനിബഡി പ്ലീസ് റെസ്പോണ്ട് കേട്ടോ. കുറച്ചൊക്കെ വെറുതെ എന്നെ വലിയൊരു അതോറിറ്റി ആയിട്ടൊന്നും കാണാണ്ട് ഫ്രണ്ട്ലി ആയിട്ട് കണ്ട് റെസ്പോണ്ട് ഒക്കെ ചെയ്തു. എന്താവും? സബ്ജക്റ്റും പ്രെഡിക്കേറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും മാറും, അത്രേ പറ്റുന്നില്ല അതില്. OSRP അപ്പൊ എന്താവും? ഓൾ PRS ആയി മാറും. അതിൽ തന്നെ ഓൾ PRS ആയി മാറും. പക്ഷെ അത് വാലിഡ് ആണോ? OSRP ഓൾ PRS ഒരു ലൈൻ കാർണിവോറസ് ആണ്. കാർണിവോറസ് ആയ എല്ലാ ആനിമൽസും ലൈൻ മാത്രമാണോ? അല്ല. സോ അതെന്താണ്? ലോജിക്കലി ഇൻവാലിഡ് ആണ്, നോട്ട് വാലിഡ് ആണ്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് വാലിഡ് അല്ല. സോ കൺവേർഷന് ശേഷം എ ടൈപ്പ് സ്റ്റേറ്റ്മെന്റ് കൺവേർഷന് ശേഷം വാലിഡ് ആവുന്നില്ല. ഓക്കെ, ഇനി നമുക്ക് ഇനെ കൺവേഴ്സ് ചെയ്ത് വെക്കാം. അഥവാ യൂണിവേഴ്സലി നെഗറ്റീവ് ടൈപ്പ് സ്റ്റേറ്റ്മെന്റ്സിനെ കൺവേർഷൻ വിധേയമായി, അഥവാ നോ SRP എന്നാണ് നമ്മളെ യൂണിവേഴ്സൽ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് എന്നുള്ളത്. സോ നോ SRP എന്നുള്ളത് എന്താ? കൺവേർഷന് ശേഷം എന്താവും? സബ്ജക്റ്റിന്റെ അടുത്ത് പ്രെഡിക്കേറ്റ് പോവും, പ്രെഡിക്കേറ്റിന്റെ അടുത്ത് സബ്ജക്റ്റ് വരും. അപ്പൊ എന്തായി മാറും? നോ PRS എന്നുള്ള ഫോമിൽ വരും. ഓക്കെ അല്ലേ? സെയിം വിത്ത് സം SRP എന്തായി മാറും? സം PRS ആവും. സം SR നോട്ട് P എന്തായി മാറും? സം PR നോട്ട് S ആയി മാറും. അവിടെ ഒന്നും വേറൊരു തരത്തിലുള്ള ചേഞ്ച് നടക്കുന്നില്ല. സബ്ജക്റ്റിന്റെ സ്ഥാനത്തേക്ക് പ്രെഡിക്കേറ്റ് പോകുന്നു, പ്രെഡിക്കേറ്റിന്റെ സ്ഥാനത്തേക്ക് സബ്ജക്റ്റ് വരുന്നു. ഓക്കെ, അപ്പൊ കൺവേർഷന് ശേഷം വാലിഡ് ആവുന്നത് രണ്ട് ആൾക്കാരാണ്. അതാണ് നമ്മളെ യൂണിവേഴ്സൽ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റും അഥവാ പെർട്ടിക്കുലർ അഫർമേറ്റീവ് സ്റ്റേറ്റ്മെന്റും. കൺവേർഷന് ശേഷം വാലിഡ് ആവുന്ന രണ്ടാൾക്കാരാണ് ആരൊക്കെ? യൂണിവേഴ്സൽ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റും പെർട്ടിക്കുലർ അഫർമേറ്റീവ് സ്റ്റേറ്റ്മെന്റും. ഓക്കെ അല്ലേ? കൺവേർഷൻ എങ്ങനെ ചെയ്യേണ്ടതെന്ന് മനസ്സിലായില്ലേ? ഒന്നുമില്ല, സബ്ജക്റ്റിനെ പ്രെഡിക്കേറ്റിന്റെ അടുത്ത് വെക്കുന്നു, പ്രെഡിക്കേറ്റിന്റെ സബ്ജക്റ്റിന്റെ അടുത്ത് വെക്കുന്നു. അതിൽ എന്റെ കേസിലും ഓന്റെ കേസിലും, അഥവാ യൂണിവേഴ്സൽ അഫർമേറ്റീവിന്റെ കേസിലും പെർട്ടിക്കുലർ നെഗറ്റീവിന്റെ കേസിലും അത് വാലിഡ് അല്ല. യൂണിവേഴ്സൽ നെഗറ്റീവിന്റെ കേസിലും പെർട്ടിക്കുലർ അഫർമേറ്റീവിന്റെ കേസിലും അത് വാലിഡ് ആണ്. ഇത്രത്തോളാണ് കൺവേർഷനെ പറ്റി നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടത്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇതെന്താണെന്നൊക്കെ തോന്നും, പക്ഷെ നിങ്ങൾ വൺസ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഭയങ്കര എളുപ്പമായിട്ട് തോന്നും. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത കേട്ടോ. ഇനി രണ്ടാമത്തെ രീതിയാണ് ഒബ്വേഷൻ. സോ ഒരു സ്റ്റേറ്റ്മെന്റിൽ നിന്ന് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഇൻഫറൻസ് എടുക്കാണ് നമുക്ക് ചെയ്യാനുള്ള രണ്ടാമത്തെ മെത്തേഡാണ്. അതിനെ ഒബ്വേഴ്സിന് വിധേയമാക്കുക എന്നുള്ളതാണ്. ഒബ്വേഷന് വിധേയമാക്കുക എന്നുള്ളത്. സോ ഒബ്വേഷന് വിധേയമാക്കുക എന്നുള്ളത് അതിന്റെ ക്വാളിറ്റിക്ക് ചേഞ്ച് വരുത്തുക എന്നുള്ളതാണ്. ക്വാളിറ്റിക്കാണ് ചേഞ്ച് വരുന്നത്, നോട്ട് ക്വാണ്ടിറ്റി. ഓക്കെ, അപ്പൊ ഓൾ എന്നുള്ള സാധനം എന്തായി മാറും? നോ ആയി മാറും. ഓൾ എന്നുള്ള സാധനം നോ ആയി മാറും. മനസ്സിലായില്ലേ? സബ്ജക്റ്റിനോ പ്രെഡിക്കേറ്റിനോ അതിന്റെ പൊസിഷനിൽ യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് തന്നെ, പ്രെഡിക്കേറ്റിന്റെ സ്ഥാനത്ത് തന്നെ. പിന്നെ എക്സ്ട്രാ ഒരു മാറ്റം വരുന്നത് നിങ്ങൾ അവിടെ കാണുന്നുണ്ടാവും. ഒബ്വേഴ്സിന് ശേഷം എന്താ വരുന്നത്? ഒരു കോംപ്ലിമെന്ററി ആയിട്ട് ഒരു നോൺ എന്നുള്ള സാധനം പ്രെഡിക്കേറ്റിന്റെ തൊട്ട് മുന്നേ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. സോ ഒബ്വേഴ്സിൽ എന്തൊക്കെ മാറ്റം വന്നു? ഓൾ എന്നുള്ള സാധനം നോ ആയി, ക്വാളിറ്റിയിൽ മാറി. ഓൾ നോ ആയി, നോ ഓൾ ആയി. സം SRP, സം നോട്ട് SR എന്നല്ല വരിക, സം SR നോട്ട് നോൺ P എന്നാവും. ഓക്കെ, ഇനി സം SR നോട്ട് P എന്താവും? ആ നോട്ട് എന്നുള്ളത് അവിടെ നിന്ന് ഒഴിവായിട്ട് സം SR നോൺ P എന്നുള്ള രീതിയിലേക്ക് മാറും. ഡൗട്ട് ഉണ്ടോ? മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഓക്കെ അല്ലേ? ഇതാണ് ഒബ്വേഷനിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ. എന്താണ് ഒബ്വേഷനിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ? സോ ഒരു യൂണിവേഴ്സൽ അഫർമേറ്റീവ് സ്റ്റേറ്റ്മെന്റ് ഒബ്വേഷനിൽ ഒരു പ്രോസസ്സിന് വിധേയമായാൽ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഇൻഫറൻസ് എന്തായിരിക്കും? നോ SR നോൺ P, അഥവാ അതിന്റെ ക്വാളിറ്റിയിൽ ചേഞ്ച് വന്നു. ഓൾ എന്നുള്ളത് നോ ആയി മാറി. അതിന്റെ പ്രെഡിക്കേറ്റിന് മുന്നേ, സബ്ജക്റ്റിന്റെയോ പ്രെഡിക്കേറ്റിന്റെയോ പൊസിഷനിൽ ഒബ്വേഷൻ യാതൊരു മാറ്റവും വരുത്തുന്നില്ല. പ്രെഡിക്കേറ്റിന് തൊട്ട് മുമ്പ് നോൺ എന്നുള്ള ഒരു കോംപ്ലിമെന്ററി ആഡ് ചെയ്യുന്നു. ഇതാണ് ചെയ്യാനുള്ളത്. അത് ഈന്റെ കേസിൽ നോ എന്തായി മാറും? ഓൾ ആയി മാറും. ഓൾ നോ ആവുന്നു, നോ S ആവുന്നു. സം SRP,
സം എസ് ആർ നോട്ട് നോൺ പി, സം എസ് ആർ നോട്ട് പി, സം എസ് ആർ ആ നോട്ട് ഒഴിവാകുന്നു, സം എസ് ആർ നോൺ പി. ആ രീതിയിലാണ് ഒബ്വേഴ്സിന് ശേഷം വരിക. സോ ഒബ്വേഴ്സിന്റെ കേസിൽ ഏറ്റവും നമുക്ക് ഓർത്തു വെക്കാൻ എളുപ്പമുള്ള കാര്യം വെച്ചാൽ ഒബ്വേഴ്സിന്റെ കേസിൽ 4 വാലിഡ് ആണ്. അപ്പോൾ ഒരു യൂണിവേഴ്സൽ അഫർമേറ്റീവ് സ്റ്റേറ്റ്മെന്റും നെഗറ്റീവ് ആയ സ്റ്റേറ്റ്മെന്റും പെർട്ടിക്കുലർ അഫർമേറ്റീവും പെർട്ടിക്കുലർ പോസിറ്റീവ് ആയ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ എന്താണ് ഒബ്വേഴ്സിന് ശേഷം വാലിഡ് ആണ്. ഓക്കെ. ഈ മൂന്നാമത്തെ രീതിയാണ് നമുക്ക് ഇൻഫറൻസ് എടുക്കാനുള്ള മൂന്നാമത്തെ മെത്തേഡാണ്. അതിനെ കോൺട്രാ പൊസിഷന് വിധേയമാക്കുക എന്നുള്ളത്, അഥവാ കോൺട്രാ പോസിറ്റീവ് ചെയ്യുക എന്നുള്ളത്. സോ ഇത് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾ പഠിച്ചു വെക്കണം. എങ്ങനെയാണ് കൺവേഴ്സ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഒബ്വേഴ്സ് ആക്കേണ്ടത്. കാരണം ഡയറക്റ്റ് എനിക്ക് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് അതിന്റെ കോൺട്രാ പോസിറ്റീവ് ഫോം ഏതാണെന്നുള്ള ചോദ്യം എനിക്ക് ചോദിച്ചിട്ടുണ്ട്. സോ ആ ഒരു ഫോമാറ്റ് എങ്ങനെയാണ് അതിനെ കൺവേർട്ട് ചെയ്യുക എന്നുള്ളതും അറിഞ്ഞിരിക്കേണ്ടതാണ്. സോ കോൺട്രാ പോസിറ്റീവിൽ വരുന്ന മാറ്റം അവിടെ ക്വാളിറ്റിക്ക് മാറ്റം വരുന്നില്ല. ഇപ്പം യൂണിവേഴ്സൽ അഫർമേറ്റീവ് കേസിൽ എടുക്കുകയാണെങ്കിൽ, അഥവാ എസ് ആർ പി എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ അതെന്താണ് ഓൾ ആയിട്ട് തന്നെ അവിടെ ഉണ്ട്, അവിടെ അതിന് മാറ്റാതെ വരുന്നില്ല. പിന്നെ എന്താണ് വരുന്നത്, സബ്ജക്റ്റിന്റെയും പ്രെഡിക്കേറ്റിന്റെയും പൊസിഷൻസ് ഇന്റർചേഞ്ച് ചെയ്യുന്നു. സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് പ്രെഡിക്കേറ്റ് വരുന്നു, പ്രെഡിക്കേറ്റിന്റെ സ്ഥാനത്ത് സബ്ജക്റ്റ് വരുന്നു. മനസ്സിലായോ? അപ്പൊ ആ ഒരു ചേഞ്ച് ഉണ്ടായി. പ്ലസ് സബ്ജക്റ്റിന്റെ മുന്നിലും പ്രെഡിക്കേറ്റിന്റെ മുന്നിലും സബ്ജക്റ്റിന്റെ മുന്നിലും കോംപ്ലിമെന്ററി ആയ നോൺ ആഡ് ചെയ്യുന്നു. മനസ്സിലായോ? പറയുമ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ ആയിട്ട് തോന്നുന്നുണ്ടോ? സോ കോൺട്രാ പോസിറ്റീവിൽ വരുന്ന മാറ്റമാണ് സബ്ജക്റ്റും പ്രെഡിക്കേറ്റും ഇന്റർചേഞ്ച് ചെയ്യുന്നു. സബ്ജക്റ്റിന്റെ മുന്നിലും പ്രെഡിക്കേറ്റിന്റെ മുന്നിലും നോൺ എന്നില്ല ആ ഒരു കോംപ്ലിമെന്ററി ആഡ് ചെയ്യുന്നു. നേരത്തെ നമ്മൾ ഒബ്വേഴ്സിന്റെ കേസിൽ പ്രെഡിക്കേറ്റിന്റെ മുന്നിൽ മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇവിടെ അങ്ങനെയല്ല, രണ്ടിന്റെ മുന്നിൽ എന്താ ആഡ് ചെയ്യുന്നുണ്ട്, നോൺ ആഡ് ചെയ്യുന്നുണ്ട്. സോ കോൺട്രാ പോസിറ്റീവിന് വിധേയപ്പെടും. അപ്പം ഓൾ എസ് ആർ പി എന്തായി മാറും, ഓൾ നോൺ പി ആർ നോൺ എസ്. നോ എസ് ആർ പി എന്തായി മാറും, നോ നോൺ പി ആർ നോൺ എസ്. സം എസ് ആർ പി എന്താവും, സം നോൺ പി ആർ നോൺ എസ്. സം എസ് ആർ നോട്ട് പി എന്തായി മാറും, സം നോൺ പി ആർ നോട്ട് നോൺ എസ് എന്നുള്ള രീതിയിലേക്ക് മാറും. സോ ഇതിൽ 4 വാലിഡ് ആണോ? അല്ല. ഇതിൽ ഏതൊക്കെയാണ് വാലിഡ്? നമ്മുടെ എ യൂണിവേഴ്സൽ അഫർമേറ്റീവ് സ്റ്റേറ്റ്മെന്റ് ഇതിൽ വാലിഡ് ആണ്. പിന്നെ വാലിഡ് ആയെന്നാണ് ഒ അഥവാ പെർട്ടിക്കുലർ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റും ഇതിൽ വാലിഡ് ആണ്. സോ നേരത്തെ കൺവേഴ്സിൽ വാലിഡ് ആവാത്ത സ്റ്റേറ്റ്മെന്റ്സുകൾ കോൺട്രാ പോസിറ്റീവിൽ വാലിഡ് ആവും. ഇതാണ് ബേസിക് ആയിട്ട് ഈ ഒരു ഉത്തരം അറിഞ്ഞിരിക്കാൻ, അല്ലെങ്കിൽ ഈ ഒരു ചോദ്യം ചെയ്യാൻ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇത്രയും. നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ റിപ്പീറ്റ് ചെയ്യണോ? എടോ പറയടോ. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. നമുക്ക് 3 കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇമ്മീഡിയറ്റ് ഇൻഫറൻസ് എടുക്കാം. കൺവേഴ്സ്, ഒബ്വേഴ്സ്, കോൺട്രാ പോസിറ്റീവ്. ഈ 4 ടൈപ്പ് സ്റ്റേറ്റ്മെന്റ്സിനെയും ഈ എന്താ പറയാ കൺവേർഷനെയും ഒബ്വേർഷനും കോൺട്രാ പൊസിഷനും നമുക്ക് വിധേയമാക്കാം. എനിവേ കൺവേഴ്സ് കഴിഞ്ഞിട്ട് ആര് മാത്രമേ വാലിഡ് ആവുന്നുള്ളൂ, ഇ ടൈപ്പും ഐ ടൈപ്പും അഥവാ യൂണിവേഴ്സൽ നെഗറ്റീവും പെർട്ടിക്കുലർ അഫർമേറ്റീവ് സ്റ്റേറ്റ്മെന്റ് മാത്രമേ വാലിഡ് ആവുന്നുള്ളൂ. ഒബ്വേഴ്സിന്റെ കേസിൽ 4 ആളും വാലിഡ് ആണ്. ഒബ്വേഴ്സിൽ എന്താണ് മാറ്റം വരുന്നത്, അവിടെ ക്വാളിറ്റിക്കാണ് ചേഞ്ച് വരുന്നത്. ഓൾ നോ ആവും, നോ ഓൾ ആവും. സം എസ് ആർ എന്നുള്ളത് സം എസ് ആർ നോട്ട് എന്നുള്ളത് വരും. പിന്നെ അതിന്റെ കൂടെ തന്നെ പ്രെഡിക്കേറ്റിന്റെ മുന്നിൽ ഒരു കോംപ്ലിമെന്ററി ആയിട്ട് നോൺ ആഡ് ചെയ്ത് വരുന്നു. കോൺട്രാ പോസിറ്റീവിന്റെ കേസിലാണെങ്കിൽ എന്ത് വരുന്നു, സബ്ജക്റ്റും പ്രെഡിക്കേറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യുന്നു. രണ്ടിന്റെയും മുന്നിൽ നോൺ എന്നുള്ള കോംപ്ലിമെന്ററി ആഡ് ചെയ്യുന്നു. ഇതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. ക്വസ്റ്റ്യൻസ് കഴിയുമ്പോൾ കുറച്ചും കൂടി മനസ്സിലാവും. സോ ഇതാണ്, ഈ രീതിയിലാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത്. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് അഥവാ നോ സയൻസ് ആർ മെറ്റീരിയലിസ്റ്റസ്. ഈ നോ സയൻസ് ആർ മെറ്റീരിയലിസ്റ്റസ് എന്നുള്ള സ്റ്റേറ്റ്മെന്റിന്റെ ലോജിക്കലി ഇക്വലന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അപ്പൊ നമ്മൾ ആദ്യം നോക്കേണ്ടത് എന്താ, നോ സയൻസ് ആർ മെറ്റീരിയലിസ്റ്റ് എന്നുള്ളത് ഏത് ടൈപ്പ് സ്റ്റേറ്റ്മെന്റ് ആണ്? ഏത് ടൈപ്പ് സ്റ്റേറ്റ്മെന്റാ? എ ആണ്, വി ആണോ, ഐ ആണോ, ഒ ആണോ? നോ സയൻസ് ആർ മെറ്റീരിയൽസ് എന്നുള്ളത് നോ അല്ല, അത് ഓൾ സയൻസ് ആർ മെറ്റീരിയൽസ് അല്ലേ എ വരിക. ഈ ടൈപ്പ് സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ, യൂണിവേഴ്സൽ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. അത് നമ്മൾ ഈ ടൈപ്പിലാണ് ഡിനോട്ട് ചെയ്യുക. എ ടൈപ്പ് എന്നുള്ളത് യൂണിവേഴ്സൽ പോസിറ്റീവ് ആണ്. തന്നിരിക്കുന്ന ചോദ്യം ഓൾ സയൻസ് ആർ മെറ്റീരിയലിസ്റ്റസ് ആണെങ്കിലാണ് അത് എ ടൈപ്പ് ആവുക. ഇത് നോ സയൻസ് ആർ മെറ്റീരിയൽസ് അഥവാ യൂണിവേഴ്സൽ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഈ എന്നുള്ള ലെറ്റർ വെച്ചിട്ടാണ്. സോ ഇത് ഈ ടൈപ്പ് സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ഈ ടൈപ്പ് സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ നേരത്തെ പഠിച്ചു, ഈ ടൈപ്പ് സ്റ്റേറ്റ്മെന്റിൽ ഏതൊക്കെയാണ് വാലിഡ് ആവുന്നത്? കമ്മിങ് ടു ഈ ഏതൊക്കെയാണ് വാലിഡ് ആവുന്നത്? കൺവേഴ്സും ഒബ്വേഴ്സും ആണ് വാലിഡ് ആവുന്നത്. അത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? നമ്മൾ നോക്കേണ്ടത് നോ സയൻസ് ആർ മെറ്റീരിയൽസ് എന്നുള്ള സെന്റൻസിന്റെ കൺവേഴ്സ് ഫോമോ അല്ലെങ്കിൽ ഒബ്വേഴ്സ് ഫോമോ തന്നിരിക്കുന്ന ഓപ്ഷനിലുണ്ടോ? ഉണ്ടെങ്കിൽ അതാണ് ആൻസർ. ഓക്കെ, ആദ്യം നമുക്ക് കൺവേഴ്സ് ചെയ്ത് നോക്കാം. നോ സയൻസ് ആർ മെറ്റീരിയൽസിനെ കൺവേഴ്സ് ചെയ്യുമ്പോൾ എന്ത് വരും?
ഒന്ന് കൺവേഴ്സ് ചെയ്ത് പറയുമാരെങ്കിലും. നോ സെയിൻസ് ആർ മെറ്റീരിയലിസ്റ്റ്സ് എന്നുള്ളൊരു സെന്റൻസിനെ കൺവേഴ്സ് ചെയ്യുമ്പോൾ എന്ത് വരും? സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് പ്രെഡിക്കേറ്റ് വരും, പ്രെഡിക്കേറ്റിന്റെ സ്ഥാനത്ത് സബ്ജക്റ്റ് വരും. അതാണ് അതിന്റെ മാറ്റം വരുന്നത്. അപ്പൊ എന്ത് വരും? നോ മെറ്റീരിയലിസ്റ്റ്സ് ആർ സെയിൻസ്, നോ മെറ്റീരിയലിസ്റ്റ്സ് ആർ സെയിൻസ് എന്ന് വരും. മനസ്സിലായില്ലേ? എന്താ റെസ്പോണ്ട് ചെയ്യാത്തെ? ഓക്കെ അല്ലേ? പറയുന്നത് ക്ലിയർ അല്ലേ? ഓക്കെ. ഈ നോ സെയിൻസ് ആർ മെറ്റീരിയൽസ് എന്നുള്ളത് ഈ ടൈപ്പ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ ടൈപ്പിന്റെ സ്റ്റേറ്റ്മെന്റ്സിന്റെ കേസിൽ അതിൽ വാലിഡ് ആവുന്നത് കൺവേഴ്സും ഒബ്വേഴ്സും ആണ്. സോ അതിന്റെ കൺവേഴ്സ്ഡ് ഫോമോ ഒബ്വേഴ്സ്ഡ് ഫോമോ സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടെങ്കിൽ അതാണ് ആൻസർ ആയിട്ട് നമുക്ക് വരിക. സോ നോ സയൻസ് ആർ മെറ്റീരിയലിസ്റ്റ്സ് എന്നുള്ളതിന്റെ കൺവേഴ്സ്ഡ് ഫോമായ നോ മെറ്റീരിയലിസ്റ്റ്സ് ആർ സയൻസ് എന്നുള്ളത് നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടല്ലോ. സോ അതാണ് ആൻസർ വരിക. ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. ഭയങ്കര സിമ്പിൾ അല്ലേ? മനസ്സിലാണ്ടോ? ആർക്കെങ്കിലും ഒന്നുകൂടി പറയണോ? ക്ലാരിഫിക്കേഷൻ വേണോ? ഓക്കെ, ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല കാര്യമായിട്ട്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. തന്നിരിക്കുന്ന ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കോൺട്രാപോസിറ്റീവ് ഓഫ് ഓൾ വെയിൽസ് ആർ മമ്മൽസ്? ഓൾ വെയിൽസ് ആർ മമ്മൽസ് എന്നുള്ള ആ സ്റ്റേറ്റ്മെന്റിന്റെ കോൺട്രാപോസിറ്റീവ് ഫോം ഏതാണെന്നാണ് ചോദ്യം. സോ എങ്ങനെയാണ് കോൺട്രാപോസിറ്റീവിൽ വരുന്ന മാറ്റം? കോൺട്രാപോസിറ്റീവിൽ വരുന്ന മാറ്റം എന്നുള്ളത് ഓൾ എന്നുള്ളത് ഓൾ ആയിട്ട് തന്നെ ഉണ്ടാവും. പിന്നെ സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് പ്രെഡിക്കേറ്റ് വരുന്നു, പ്രെഡിക്കേറ്റിന്റെ സ്ഥാനത്ത് സബ്ജക്റ്റ് വരുന്നു. രണ്ടിന്റെ മുന്നിലും കോംപ്ലിമെന്ററി ആയിട്ട് എന്ത് വരുന്നു? നോൺ വരുന്നു. അപ്പം ഓൾ നോൺ മമ്മൽസ് ആർ എന്തായി വരും? ഓൾ നോൺ മമ്മൽസ് ആർ നോൺ വെയിൽസ്. ഈ രീതിയിൽ വരും. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻ ഉണ്ടോ? ഓപ്ഷൻ ബി. ഇതാണ് നമ്മുടെ ആൻസർ. മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, താങ്ക് യു. പ്ലീസ് റെസ്പോണ്ട്. മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായില്ല എന്ന് പറഞ്ഞ കുഴപ്പമില്ല, ഒന്നുകൂടി പറയാം. ഓക്കെ ഓക്കെ, നിങ്ങളൊന്ന് ട്രൈ ചെയ്യട്ടോ കൂടെ തന്നെ. ഇത് എളുപ്പമാണല്ലോ. ഐ മീൻ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഫസ്റ്റത്തെ ആ ടേബിളൊക്കെ കുറച്ചൊക്കെ മൈൻഡിൽ നിൽക്കുന്നെങ്കിൽ ഒരു ട്രൈ നടത്താം. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോ തന്നിരിക്കുന്ന ചോദ്യം ഇതാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ലോജിക്കലി ഈക്വൽ ടു ദ സ്റ്റേറ്റ്മെന്റ് some professors are spiritualists? So some professors are spiritualists എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് തന്നിട്ടുണ്ട്. അതിനോട് ലോജിക്കലി ഇക്വാലന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത് അല്ലെ? സോ some professors are spiritualists എന്നുള്ളത് ഏത് ടൈപ്പ് സ്റ്റേറ്റ്മെന്റ് ആണ്? എ ആണോ, ഇ ആണോ, ഐ ആണോ, ഓ ആണോ? ഏതാണ്? ഐ അല്ലേ? യെസ്, ഐ ഫോം ആണ്. വെരി ഗുഡ്. അപ്പൊ ഐന്റെ കേസിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഐ ടൈപ്പ് സ്റ്റേറ്റ്മെന്റിന്റെ കേസിൽ ഏതൊക്കെയാണ് വാലിഡ് ആവുന്നത്? അതിന്റെ കൺവേഴ്സ് ഫോമും അതിന്റെ ഒബ്വേഴ്സ് ഫോമാണ് വാലിഡ് ആവുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു. സോ സം പ്രൊഫസേഴ്സ് ആർ സ്പിരിച്വലിസ്റ്റ്സ് എന്നുള്ളതിന്റെ കൺവേഴ്സ് ഫോം അവിടെ ഉണ്ട്. കൺവേഴ്സ് ചെയ്യാൻ എളുപ്പമല്ലേ? എല്ലാവരും ഒന്ന് അതിന്റെ കൺവേഴ്സ് ഫോം എവിടെയുള്ളതെന്ന് പറഞ്ഞേ. സം പ്രൊഫസേഴ്സ് ആർ സ്പിരിച്വലിസ്റ്റ്സ്, അതിന്റെ കൺവേഴ്സ് ഫോം എന്തായിരിക്കും വരിക? ഓപ്ഷൻ എ. ഓപ്ഷൻ എ ആണ് അതിന്റെ കൺവേഴ്സ് ഫോം. ടേബിളിന്റെ ഭാഗം ഒന്ന് ജസ്റ്റ് കാണിക്കണോ? വെയിറ്റ് ഇപ്പൊ കാണിക്കാം. ടേബിൾ വെച്ചാൽ നിങ്ങൾക്ക് അവിടെ ഇരിക്കും യൂണിവേഴ്സൽ അഫേമേറ്റീവിന്റെ കേസിൽ ഒബ്വേഴ്സും കോൺട്രാപോസിറ്റീവും വാലിഡ് ആവുന്നു. യൂണിവേഴ്സൽ നെഗറ്റീവിന്റെ കേസിൽ കൺവേഴ്സും ഒബ്വേഴ്സും വാലിഡ് ആവുന്നു. സെയിം വിത്ത് പെർട്ടിക്കുലർ അഫേമേറ്റീവ്, അതിന്റെ കേസിലും കൺവേഴ്സും ഒബ്വേഴ്സും ആണ് വാലിഡ് ആവാറ്. ഇനി പെർട്ടിക്കുലർ നെഗറ്റീവ് അഥവാ ഓ ടൈപ്പ് സ്റ്റേറ്റ്മെന്റിന്റെ കേസിൽ അതിന്റെ ഒബ്വേഴ്സും കോൺട്രാപോസിറ്റീവ് ആണ് വാലിഡ് ആവുന്നത്. എയും ഓയും സമാനമായ രീതിയിലാണുള്ളത്, ഇയും ഐയും സമാനമായ രീതിയിലാണുള്ളത്. ഓക്കെ, മാറ്റിക്കോട്ടെ ടേബിൾ ചോദിച്ചാൽ? ഓക്കെ, ഇത് വെച്ച് നിങ്ങൾ ആൻസർ പറഞ്ഞു കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഐ ടൈപ്പ് സ്റ്റേറ്റ്മെന്റ് ആണ്, അഥവാ പെർട്ടിക്കുലർ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഐ ടൈപ്പ് ആണ്. ഐ ടൈപ്പിന്റെ കേസിൽ ആരൊക്കെയാണ് വാലിഡ് ആവുന്നത്? കൺവേഴ്സ് വാലിഡ് ആവും, പിന്നെ
ഒബ്വേഴ്സ് എല്ലാ കേസിലും വാലിഡ് ആണ്. അതുകൊണ്ട് ഡൗട്ട് ഇല്ല. കൺവേഴ്സും ഒബ്വേഴ്സ് ആണ് വാലിഡ് ആവുന്നത്. അതിന്റെ കൺവേഴ്സ് ഫോം അവിടെ ഉണ്ട്. സം പ്രൊഫസേഴ്സ് ആർ സ്പിരിച്വലിസ്റ്റ്സ് എന്നുള്ളതിന്റെ കൺവേഴ്സ് ഫോം എന്താ? സബ്ജക്റ്റിനെ പ്രെഡിക്കേറ്റിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ നമുക്ക് കൺവേഴ്സ് ഫോം കിട്ടി. സോ സം സ്പിരിച്വലിസ്റ്റ്സ് ആർ പ്രൊഫസേഴ്സ് എന്നാണ് അതിന്റെ കൺവേഴ്സ് ഫോം. സോ എ എന്തായാലും ആൻസറിൽ വരണം. ഓപ്ഷനിൽ വരിക സിയും ഡിയും എലിമിനേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ അല്ലെങ്കിൽ ഓപ്ഷൻ എ ആയിരിക്കും, അല്ലെങ്കിൽ ബി ആയിരിക്കും. നമ്മൾ 50-50 എത്തി ഒറ്റ നോളജ് വെച്ചിട്ട്. നമുക്ക് കണ്ടെത്തേണ്ടത് അതിന്റെ ഒബ്വേഴ്സ് ഫോം അവിടെ ഉണ്ടോ എന്നുള്ളതാണ്. സോ എന്താണ് സം പ്രൊഫസേഴ്സ് ആർ സ്പിരിച്വലിസ്റ്റ്സ് എന്നുള്ള ഫോമിന്റെ ഒബ്വേഴ്സ് ഫോം എന്തായിരിക്കും വരിക? എനിപ്പടി എന്താണ് ഒബ്വേഴ്സിൽ വരുന്ന മാറ്റം? എന്താണ്? ക്വാളിറ്റിയിലാണ് മാറ്റം വരുന്നത്. പിന്നെ ഒരു കോംപ്ലിമെന്ററി ആഡ് ആയി വരും. സം പ്രൊഫസേഴ്സ് are not non-spiritualists. Some professors are not non-spiritualists എന്നുള്ള ഫോമിലായിരിക്കും ഈ ഐ ടൈപ്പ് സ്റ്റേറ്റ്മെന്റിന്റെ ഒബ്വേഴ്സ് ഫോം ഉണ്ടാവുന്നത്. അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ ആൻസർ എന്ത് വരും? എ ആൻഡ് ഡി ഉള്ളി വരും, അഥവാ ഓപ്ഷൻ ബി വരും ആൻസർ. ഇസ് ഇറ്റ് ക്ലിയർ? മനസ്സിലാവുന്നില്ല? നിങ്ങൾക്ക് ആ ഒരു നേക്ക് കിട്ടുന്നില്ലേ ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്? ഓക്കെ ഓക്കെ, എന്നാ നെക്സ്റ്റ് നിങ്ങളൊന്ന് പറയണം കേട്ടോ, എന്നാലേ എനിക്ക് മനസ്സിലാവുള്ളൂ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. Which of the following statements are logically equivalent? നമ്മൾ നേരത്തെ തന്നിരിക്കുന്ന ചോദ്യങ്ങളും ഇതും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. സോ നമുക്ക് ബേസ് ആയിട്ട് വെക്കാനുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ചോദ്യം തന്നിട്ടുണ്ട്. ഇപ്പൊ ഇതിന്റെ കേസിലാണെങ്കിൽ സം പ്രൊഫസേഴ്സ് ആർ സ്പിരിച്വലിസ്റ്റ്സ് എന്നും ഇതിന്റെ കേസിലാണെങ്കിൽ നോ സയൻസ് ആർ മെറ്റീരിയലിസ്റ്റ്സ് എന്നുള്ളതൊക്കെ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് ബേസ് ആയിട്ട് തന്നിട്ടുണ്ട്. ആ ബേസ് സ്റ്റേറ്റ്മെന്റിന് വെച്ചിട്ടാണ് നമ്മൾ അതിന്റെ കൺവേർഷനും ഒബ്വേർഷനും കോൺട്രാപോസിഷനും ഒക്കെ ചെയ്തിട്ട് ഏതൊക്കെയാണ് വാലിഡ് ഏതൊക്കെയാണ് ഇൻവാലിഡ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയത്. പക്ഷെ ഇതിന്റെ കേസിൽ അങ്ങനെ തന്നിട്ടില്ല. ഓപ്ഷനിൽ തന്നെ 4 സ്റ്റേറ്റ്മെന്റും തരികയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അങ്ങനത്തെ കേസിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതിന്റെ ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റ് ഒന്ന് വെച്ച് ചെയ്ത് നോക്കാം. ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റ് എന്തായാലും ഒബ്വിയസ്ലി നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ അത് ചെയ്ത് ശീലമാകുമ്പോൾ പെട്ടെന്ന് അതിന്റെ ആ ഒരു ട്രിക്ക് കിട്ടും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. സോ തന്നിരിക്കുന്ന ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റ് എടുക്കാം. ഓൾ സയൻസ് ആർ മെറ്റീരിയൽസ്. ഇത് ഏത് ടൈപ്പിലുള്ള സ്റ്റേറ്റ്മെന്റാ? ഓൾ സയൻസ് ആർ മെറ്റീരിയൽസ് എന്നുള്ളത് യൂണിവേഴ്സൽ അഫർമേറ്റീവ് അഥവാ എ ടൈപ്പ് സ്റ്റേറ്റ്മെന്റ് അല്ലേ? എ ടൈപ്പ് സ്റ്റേറ്റ്മെന്റിന്റെ കേസിൽ ആരൊക്കെയാണ് വാലിഡ് ആവുന്നത്? എ ടൈപ്പ് സ്റ്റേറ്റ്മെന്റ് കേസിൽ കൺവേഴ്സ് വാലിഡ് അല്ല. കൺവേഴ്സ് അല്ലാത്ത ഒബ്വേഴ്സും കോൺട്രാപോസിറ്റീവ് ആണ് വാലിഡ് ആവുന്നത് അല്ലേ? നിങ്ങൾക്ക് ഓർമ്മയില്ല ടേബിൾ? സോ ഒബ്വേഴ്സ് എന്താണ് നമ്മൾ നോക്കേണ്ടത്? അതിന്റെ ഒബ്വേഴ്സ്ഡ് ഫോമും കോൺട്രാപോസിറ്റീവ് ഫോമും തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടോ എന്ന് നോക്കാം. സോ അതിന്റെ ഒബ്വേഴ്സ്ഡ് ഫോം എന്ത് വരും? ഓൾ എന്നുള്ളത് നോ ആയി മാറും. സബ്ജക്റ്റിനോ പ്രെഡിക്കേറ്റിനോ ഒബ്വേഴ്സിൽ ചേഞ്ച് ഇല്ല. പ്രെഡിക്കേറ്റിന്റെ തൊട്ട് മുമ്പ് നോൺ എന്നുള്ള ഒരു കോംപ്ലിമെന്ററി ആഡ് ചെയ്യപ്പെടും. അപ്പോൾ നോ സയൻസ് ആർ നോൺ മെറ്റീരിയലിസ്റ്റ്സ് എന്നുള്ളൊരു ഫോമിലേക്കാണ് ഒബ്വേഴ്സിന് ശേഷം ആ സ്റ്റേറ്റ്മെന്റ് എത്തുന്നത് അല്ലേ? അതവിടെ ഇല്ലേ? നമ്മൾ നോക്കേണ്ടത് അതിന്റെ കോൺട്രാപോസിറ്റീവ് ഫോം അവിടെ ഉണ്ടോ എന്നാണ്. കോൺട്രാപോസിറ്റീവ് ഫോം എന്ന് പറയുമ്പോൾ എന്താണ് അതിൽ വരുന്ന മാറ്റം? ഓൾ സയൻസ് ആർ മെറ്റീരിയലിസ്റ്റ്സിനെ നമുക്ക് എങ്ങനെ കോൺട്രാപോസിഷൻ ചെയ്യാം? ഓൾ അല്ലത് ഓൾ ആയിട്ട് തന്നെ നിൽക്കും. മെറ്റീരിയലിസ്റ്റസും സയൻസും അഥവാ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ആവും. രണ്ടിനും തൊട്ട് മുമ്പിൽ കോംപ്ലിമെന്ററി എന്നുള്ള ആ ഒരു നോൺ വരും. സോ എന്ത് വരും? ഓൾ നോൺ മെറ്റീരിയലിസ്റ്റസ് ആർ നോൺ സയൻസ് എന്ന് വരും. അത് ഓപ്ഷനിലില്ലേ? ടിക്ക് ചെയ്യാം. അപ്പൊ എന്ത് ആൻസർ വരും? എ ബി സി ഉള്ളിൽ ഓപ്ഷൻ ഡി ആൻസർ വരും. മനസ്സിലാവുണ്ടോ? മനസ്സിലാവുണ്ടോ? ക്ലിയർ ആണോ ഈ ചോദ്യം? ക്ലിയർ ആണ്. ഓക്കെ, ചെയ്യാൻ പറ്റുന്നില്ലേ കുറച്ചൊക്കെ? ഉണ്ട്, പറ്റുന്നുണ്ട്. ഓക്കെ ഓക്കെ. ഇനി എന്താണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ലോജിക്കലി ഇക്വാലന്റ് എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ ഇതുവരെ ചെയ്തത്. സോ അതിൽ നമുക്ക് ഫസ്റ്റ് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് വെച്ച് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. സം ക്രിക്കറ്റേഴ്സ് ആർ കൈൻഡ് മെൻ. സം ക്രിക്കറ്റേഴ്സ് ആർ കൈൻഡ് മെൻ എന്നുള്ള സെന്റൻസ് ഏത് ടൈപ്പ് ആണോ? എ ആണോ, ഇ ആണോ, ഐ ആണോ, ഓ ആണോ? ഐ ടൈപ്പ് ആണ്. വെരി ഗുഡ്. അഥവാ പെർട്ടിക്കുലർ അഫർമേറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. പെർട്ടിക്കുലർ അഫർമേറ്റീവ് അഥവാ ഐ ടൈപ്പിന്റെ കേസിൽ ആരൊക്കെയാണ് വാലിഡ് ആവാറ്? അതിന്റെ കൺവേഴ്സ് ഫോം വാലിഡ് ആവും.
അതിന്റെ ഒബ്വേഴ്സ് ഫോം വാലിഡ് ആവും. ഒബ്വേഴ്സും കൺവേഴ്സും എല്ലാവരുടെ കേസിലും വാലിഡ് ആവും. അല്ല, ഒബ്വേഴ്സ് എല്ലാവരുടെ കേസിലും വാലിഡ് ആവും. സോറി. ഓക്കെ. അപ്പൊ അതിന്റെ പെർട്ടിക്കുലർ അഫർമേറ്റീവ് സ്റ്റേറ്റ്മെന്റിന്റെ കേസിൽ കൺവേഴ്സും ഒബ്വേഴ്സും വാലിഡ് ആവും. നമ്മൾ ഓപ്ഷനിലേക്ക് വരിക. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ അതിന്റെ കൺവേഴ്സ് ഫോം ഉണ്ടോ ഒബ്വേഴ്സ് ഫോം ഉണ്ടോ എന്നൊക്കെ നോക്കുക. ഓക്കെ. സം ക്രിക്കറ്റേഴ്സ് ആർ കൈൻഡ് മെൻ. അതിന്റെ കൺവേഴ്സ് ഫോം എന്ത് വരും? സം കൈൻഡ് മാൻ ആർ ക്രിക്കറ്റേഴ്സ് എന്ന് വരൂലേ? സബ്ജക്റ്റും പ്രെഡിക്കേറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യല്ലേ വേണ്ടു. നിങ്ങൾക്ക് കൺവേഴ്സ് ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നില്ലേ? തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് കൺവേഴ്സ്ഡ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് മനസ്സിലാവുന്നില്ലേ? യെസ്. അത് എളുപ്പമാണ്. അങ്ങോട്ട് സബ്ജക്ട് പ്രെഡിക്കേറ്റ് ഇന്റർചേഞ്ച് ചെയ്ത് കണ്ട സ്റ്റേറ്റ്മെന്റ് ആണ് അതിന്റെ കൺവേഴ്സ് സ്റ്റേറ്റ്മെന്റ്. സം ക്രിക്കറ്റേഴ്സ് ആർ കൈൻഡ് മാൻ എന്നുള്ള സ്റ്റേറ്റ്മെന്റിന്റെ കൺവേഴ്സ്ഡ് സ്റ്റേറ്റ്മെന്റ് എന്ത് വരും? സം കൈൻഡ് മാൻ ആർ ക്രിക്കറ്റേഴ്സ് എന്ന് വരും അല്ലേ? ഇനി നമുക്ക് നോക്കേണ്ടത് അതിന്റെ ഒബ്വേഴ്സ് ഫോം അവിടെ ഉണ്ടോന്നാണ്. എന്താണ് ഒബ്വേഴ്സ് ഫോമിൽ വരുന്ന മാറ്റം? അതിന് ക്വാളിറ്റിയിൽ ചേഞ്ച് വരുത്തുന്നു. സോ സം ക്രിക്കറ്റേഴ്സ് ആർ കൈൻഡ് മാൻ എന്നുള്ളത് എന്തായി മാറും? സം ക്രിക്കറ്റേഴ്സ് ആർ നോട്ട് നോൺ. അവിടെ ആ ഒരു ചേഞ്ച് മാറ്റി, നോട്ട് എന്നല്ലേ ചേഞ്ച് അതിന് വരുത്തി. പിന്നെ കോംപ്ലിമെന്ററി ആയിട്ടുള്ള നോൺ ആഡ് ചെയ്തു. പിന്നെ ബാക്കി അതിന്റെ പ്രെഡിക്കേറ്റ് അവിടെ തന്നെ എഴുതി. സം ക്രിക്കറ്റേഴ്സ് ആർ നോട്ട് നോൺ കൈൻഡ് മാൻ. നിങ്ങൾക്ക് ഞാൻ എഴുതുന്നതൊന്നും മനസ്സിലാവുന്നുണ്ടാവില്ല എന്നറിയാം, എന്നാലും വന്നിക്കും. അപ്പൊ എന്ത് വരും? സി. അതവിടെ സിയിൽ കാണുന്നില്ല നിങ്ങൾ അതേ സ്റ്റേറ്റ്മെന്റ്. അപ്പോ ആൻസർ എന്ത് വരും? ഓപ്ഷൻ സി. വെരി ഗുഡ്. ഓപ്ഷൻ സി ആൻസർ വരും. നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഒബ്വേഴ്സ് അറിയില്ലേ? ഒബ്വേഴ്സ് മനസ്സിലായിട്ടില്ലേ? ഞാൻ ഒന്നുകൂടി പറയാം, കത്തില്ല. ഒബ്വേഴ്സിൽ വരുന്ന മാറ്റം എന്നുള്ളത്, ഇപ്പം നമ്മളൊരു യൂണിവേഴ്സൽ അഫർമേറ്റീവ് സ്റ്റേറ്റ്മെന്റ് എടുത്ത എക്സാമ്പിൾ ഇതിൽ നമുക്ക് ഓൾ ക്രിക്കറ്റേഴ്സ് ആർ കൈൻഡ് മാൻ നടക്കാം ഫോർ എക്സാമ്പിൾ. അപ്പൊ ഒബ്വേഴ്സിൽ അതിൽ വരുന്ന മാറ്റം എന്നുള്ളത് അതിന്റെ ഓൾ എന്നുള്ളത്, ഓളാണ് നമ്മൾ എടുക്കുന്നെങ്കിൽ അത് നോ ആയി മാറും. അതിന്റെ ക്വാളിറ്റിയിലാണ് മാറ്റം വരുന്നത്. ഓൾ എന്നുള്ളത് ഇപ്പൊ ഓൾ ക്രിക്കറ്റേഴ്സ് ആർ കൈൻഡ് മാൻ എന്നുള്ളത് എന്തായി മാറും? നോ ക്രിക്കറ്റേഴ്സ് ആർ കൈൻഡ് മാൻ എന്നായി. പിന്നെ പ്ലസ് അതിന്റെ പ്രെഡിക്കേറ്റിന്റെ മുന്നിൽ ഒരു കോംപ്ലിമെന്ററി ആയിട്ട് നോ എന്നുള്ളതും കൂടി നമ്മൾ ആഡ് ചെയ്യണം. അപ്പം നോ ക്രിക്കറ്റേഴ്സ് ആർ നോൺ കൈൻഡ് മാൻ. ആ രീതിയിലാണ് ഒബ്വേഴ്സിലുള്ള മാറ്റം വരുന്നത്. ആ ടേബിൾ ഫസ്റ്റ് കൊടുത്തിട്ടുണ്ട്. മനസ്സിലായോ ഒബ്വേഴ്സിലുള്ള മാറ്റം? ഇനി അത് നമ്മൾ യൂണിവേഴ്സൽ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് അതിനെ ഒബ്വേഴ്സിന് വിധേയമാക്കുമ്പോൾ എന്തായി മാറും? നോ എന്നുള്ളത് ഓളായി മാറും. പ്രെഡിക്കേറ്റിന് മുന്നിൽ ഒരു നോൺ വരും. സം എസ് ആർ പി ആണെങ്കിൽ സം എസ് ആർ നോട്ട് നോൺ പി. സം എസ് ആറിന് ഒരു നോട്ട് ആഡ് ചെയ്യും. സം എസ് ആർ നോട്ട് എന്നാണെങ്കിൽ ആ നോട്ട് ഒഴിവാക്കപ്പെടും. എന്നിട്ട് കോംപ്ലിമെന്ററി ആയി നോൺ ആഡ് ചെയ്യപ്പെടും. മനസ്സിലായോ? ഓക്കെ, താങ്ക് യു. സോ നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടിയിട്ടുണ്ട് അല്ലേ? ക്ലിയർ അല്ലേ? അതെ, ക്ലിയർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് ചെയ്തിട്ടും ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് പറഞ്ഞ ഐ വിൽ ഗിവ് യു 3-4 minutes. ഒന്നൊരു അറ്റംപ്റ്റ് നടത്തി വെക്ക്. തെറ്റിയാലൊന്നും ഒരു കുഴപ്പമില്ല. ഓൾ നോൺ എയ്പ്സ് ആർ നോൺ മങ്കീസ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? അത് ഏത് ഫോമാണ്? അതിന്റെ കോൺട്രാപോസിറ്റീവ് ഫോമാണ് അല്ലെ? അതുകൊണ്ടാണ് രണ്ട് കോംപ്ലിമെന്ററി വന്നത്. കോൺട്രാപോസിറ്റീവിലാണ് സബ്ജക്റ്റിന്റെ മുന്നിലും പ്രെഡിക്കേറ്റിന്റെ മുന്നിലും കോംപ്ലിമെന്ററീസ് ആഡ് ചെയ്യാറുള്ളത് അല്ലെ? അപ്പൊ അതിന്റെ ഒറിജിനൽ ഫോം എന്തായിരിക്കും? ഓൾ മങ്കീസ് ആർ എയ്പ്സ് എന്നായിരിക്കും. കാരണം കോൺട്രാപോസിറ്റീവില് സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് പ്രെഡിക്കേറ്റിനെ വെക്കുന്നു, പ്രെഡിക്കേറ്റിന്റെ സ്ഥാനത്ത് സബ്ജക്റ്റിനെ വെക്കുന്നു. രണ്ടിന്റെ മുന്നിലും കോംപ്ലിമെന്ററി ആയിട്ടുള്ള നോൺ ആഡ് ചെയ്യുന്നു. സോ ഈ ഒരു കൂട്ടിച്ചേർക്കലൊന്നും ഇല്ലാതെ അതിന്റെ ബേസ് സ്റ്റേറ്റ്മെന്റ് എന്തായിരിക്കും? ഓൾ മങ്കീസ് ആർ എയ്പ്സ് എന്നുള്ള ഈ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും അതിന്റെ ബേസ് സ്റ്റേറ്റ്മെന്റ് എന്നുള്ളത്. സോ അത് യൂണിവേഴ്സൽ അഫർമേറ്റീവ് എ ടൈപ്പ് സ്റ്റേറ്റ്മെന്റ്. എ ടൈപ്പ് സ്റ്റേറ്റ്മെന്റിന്റെ കേസിൽ ആരൊക്കെ വാലിഡ് ആവും? ഒബ്വേഴ്സും കോൺട്രാപോസിറ്റീവും വാലിഡ് ആവും അല്ലേ? അപ്പൊ നമുക്ക് ഇതിന്റെ ഒബ്വേഴ്സ് ആണ് ഇത് കണ്ടുപിടിക്കാനുള്ളത്. ഒബ്വേഴ്സ് എന്താണ് മാറ്റം വരിക? ഓൾ മങ്കീസ് ആർ എയ്പ്സിന്റെ ഒബ്വേഴ്സ് എന്ത് വരും? നോ എയ്പ്സ് ആർ നോൺ മങ്കീസ്. സോറി, നോ മങ്കീസ് ആർ നോൺ എയ്പ്സ് വരും. സബ്ജക്റ്റിനും പ്രെഡിക്കേറ്റിനും ഒബ്വേഴ്സിൽ മാറ്റില്ല, ക്വാളിറ്റിയിലാണ് മാറ്റം. ഓൾ മങ്കീസ് ആർ എയ്പ്സ് എന്നുള്ളത് നോ മങ്കീസ് ആർ നോൺ എയ്പ്സ് എന്ന് വരും. മനസ്സിലായോ? അപ്പൊ ഏതാണ് ആൻസർ വരിക? ACD ഉള്ളി. ഇതാണ് ആൻസർ വരിക. ഓപ്ഷൻ 1.
മനസ്സിലായിട്ടോ? മനസ്സിലായി. മനസ്സിലായോ? പ്ലീസ് റെസ്പോണ്ട്. ഒരു യെസ് ഓർ നോ എന്ന് പറഞ്ഞാൽ മതി, എൻ്റെ ഒരു തൃപ്തിക്ക്. ഒന്നുകൂടി പറയണേ ഏതെങ്കിലുമൊക്കെ ഏരിയ. റെസ്പോണ്ട് ചെയ്യുന്നില്ല. എനിവേ ഈ ഒരു പാർട്ടാണ് ഇന്ന് എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. നമ്മൾ ഒരു ചോദ്യങ്ങൾ അതിനെ ബേസ് ചെയ്ത് ചെയ്തു. ആൻഡ് ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഈ ഒരു ടേബിൾ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായാൽ ഷുവർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2 മാർക്ക് ലോജിക്കൽ റീസണിങ്ങിന്റെ ഇരുന്നെടുക്കും. പിന്നെ ലോജിക്കൽ റീസണിങ്ങിനെ ചോദിക്കാറുള്ളത് ഫാലസി ആണ്. പിന്നെ ചിലപ്പോൾ സ്ക്വയർ ഓഫ് ഓപ്പോസിഷൻ നമ്മൾ നോക്കാറുണ്ട്. ആ ഒരു രീതിയിലൊക്കെയാണ് ലോജിക്കൽ റീസണിങ്ങിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഇത് മനസ്സിലായാൽ തന്നെ നിങ്ങൾക്ക് എന്തായാലും സ്കോർ ചെയ്യാനുള്ള ഒരു ഏരിയ ആണ്. നമ്മൾ ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടല്ലോ, ഇതിന്റെ ആൻസർ പറയൂ ഒന്ന് പറ്റുന്നവർ. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ അതാണ് ഞാൻ നിങ്ങൾക്ക് വെച്ചത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ലോജിക്കലി ഇക്വാലന്റ് ടു ദ സ്റ്റേറ്റ്മെന്റ് ഓൾ ഫിലോസഫേഴ്സ് ആർ റിയലിസ്റ്റസ്? ഓൾ ഫിലോസഫേഴ്സ് ആർ റിയലിസ്റ്റസ് എന്നുള്ളത് ഏത് ടൈപ്പ് സ്റ്റേറ്റ്മെന്റാ? എ ടൈപ്പ് സ്റ്റേറ്റ്മെന്റ് ആണ്. എ ടൈപ്പ് സ്റ്റേറ്റ്മെന്റിന്റെ കേസിൽ ആർക്കാണ് വാലിഡ് ആവുക? ഒബ്വേഴ്സും കോൺട്രാപോസിറ്റീവ്. വെരി ഗുഡ്. ഒബ്വേഴ്സും കോൺട്രാപോസിറ്റീവ് അല്ലേ വാലിഡ് ആവുക? അപ്പൊ അതിന്റെ ഒബ്വേഴ്സ് ഫോമോ കോൺട്രാപോസിറ്റീവ് ഫോമോ അവിടെ ഉണ്ടോ നോക്കിയാൽ നമുക്ക് ആൻസർ കിട്ടില്ലേ? സോ ഒബ്വേഴ്സ് ഫോം എന്ത് വരും? ഓൾ ഫിലോസഫേഴ്സ് ആർ റിയലിസ്റ്റസിന്റെ ഒബ്വേഴ്സിൽ ക്വാളിറ്റിയിൽ ചേഞ്ച് വരും. നോ എന്നാവും. നോ പിന്നെ പ്രെഡിക്കേറ്റിന്റെയോ സബ്ജക്റ്റിന്റെയോ പൊസിഷനിൽ മാറ്റമില്ല. നോ ഫിലോസഫേഴ്സ് ആർ എന്ത് വരും? നോൺ എന്നുള്ളൊരു കോംപ്ലിമെന്ററി ആഡ് ചെയ്യപ്പെടും. നോ ഫിലോസഫേഴ്സ് ആർ നോൺ റിയലിസ്റ്റസ്. ഫസ്റ്റ് തന്നെ നോൺ ഫിലോസഫേഴ്സ് ഈസ് നോൺ റിയലിസ്റ്റ്. മനസ്സിലായോ നിങ്ങൾക്ക്? ഓപ്ഷൻ 1 ആണ് എന്റെ കറക്റ്റ് ആൻസർ വരും. ഓൾ എന്നുള്ളത് നോ ആയി മാറും. ഫിലോസഫറും റിയലിസ്റ്റും അഥവാ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും അതിന്റെ തന്നെ പൊസിഷനിൽ ഇരിക്കും. പ്രെഡിക്കേറ്റിന്റെ മുന്നിൽ കോംപ്ലിമെന്ററി ആയിട്ടുള്ള ഒരു നോൺ വരും. ഇതാണ് ഒബ്വേഴ്സ് ഫോം. ഒബ്വേഴ്സ് ഫോം എല്ലാ സ്റ്റേറ്റ്മെന്റിലും വാലിഡ് ആണ്. അത് എ ടൈപ്പിലായാലും ഇ ടൈപ്പിലായാലും ഐ ആയാലും ഒ ആയാലും ഒബ്വേഴ്സ് ഫോം വാലിഡ് ആണ്. സോ നമ്മൾ വാലിഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഫസ്റ്റ് ഓപ്ഷനിൽ തന്നെ ഉണ്ട്. നോ ഫിലോസഫർ ഈസ് നോൺ റിയലിസ്റ്റ്. അപ്പൊ അതിന്റെ ആൻസർ എന്ത് വരും? ഓപ്ഷൻ എ വരും. ക്ലിയർ? ക്ലിയർ ആണോ? യെസ്, ക്ലിയർ ആണ്. ഓക്കെ. അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഇനി എന്താ പറയാ, ഈ ഒരു സീരീസ് ഫാലസി ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. താങ്ക് യു ഫോർ ജോയിനിങ്. താങ്ക് യു മാം. താങ്ക് യു.